പാലാ കുളംകണ്ടം ഭാഗത്ത് വീടുകൾ വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വെള്ളം കയറിയതാണ്. വീടിന്റെ 2ാം നിലയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു നില മാത്രമുള്ള വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി. കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. റാംഷാ സിപ്പി നൽകുന്ന റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ കുളകണ്ടം ഭാഗത്താണ്. എനിക്ക് പിന്നിലായി നിങ്ങൾക്ക് കാണാം, ഇവിടെ വെള്ളം കയറി ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 31-ാം തീയതി രാത്രി കയറിയ വെള്ളമാണ്. അത് ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. നമ്മൾ ഇവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് പാലായിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുകയും അവസാനം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നാണ്. ഇവിടെ ചില വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ 2ാം നിലയിൽ ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ചില താഴെയുള്ള നിലകൾ, ഒരു നില മാത്രമുള്ള വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 നിലയുള്ള വീടുകളിൽ ആളുകൾ മുകളിലത്തെ നിലയിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വീട്ടിൽ മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. നമുക്ക് അവരുമായി ഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കാര്യങ്ങൾ നമുക്ക് ഫോൺ വഴി ചോദിക്കാം. കാരണം അവിടത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് ഈ ഫോൺ വഴി നമുക്ക് അവരെ കണക്ട് ചെയ്യുന്നത്. ചേച്ചി, ഇത് എപ്പോൾ കയറിയ വെള്ളം എപ്പോൾ കയറിയതാ? 31-ാം തീയതി രാത്രിയില് മഴ ശക്തമായി. ആ രാത്രി തന്നെ വെള്ളം കയറി. 3 ദിവസമായി വെള്ളം കയറിയിട്ട്. ഇന്നലെ വൈകിട്ടത്തോടു കൂടി വെള്ളം കുറച്ചൊന്ന് ഇറങ്ങി. അത് വീണ്ടും അതേ സ്പീഡിൽ തന്നെ വീട്ടിലോട്ട് വീണ്ടും വെള്ളം കയറി നിറഞ്ഞു കിടക്കും. താഴത്തെ നിലം മുഴുവനായും മുങ്ങിക്കിടക്കുവാണോ? താഴത്തെ നിലം മുഴുവനായും മൂടി കിടക്കുക. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ടുള്ള യാതൊരു വഴിയില്ല. ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഭക്ഷണ സാധനങ്ങള് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ വെള്ളം കയറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്ന് തരപ്പെടുത്തി വെക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പൊ ഇപ്പൊ നിലവിൽ കറണ്ട് ഉണ്ടോ അവിടെ? നിലവിൽ ഇപ്പൊ കറണ്ട് ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോട് കൂടി കറണ്ട് കണക്ഷൻ കിട്ടി. പക്ഷെ ഈ വെള്ളം ഞങ്ങൾക്ക് കുളിക്കുന്നതിനോ പല്ല് തേക്കുന്നതിനോ ഒന്നിനും കൊള്ളത്തില്ല. ടോയ്ലറ്റിൽ പോകാൻ മാത്രം ഉപയോഗിക്കുന്നു, അത്രമാത്രം. ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല വെള്ളമില്ല. ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റാൻ വേണ്ടി വരാൻ എന്തെങ്കിലും സംവിധാനം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഞങ്ങൾക്ക് മുകളിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് പോകാതിരുന്നത്. ഇപ്പൊ കുഴപ്പമില്ല. ഇതാണ് ഇപ്പോൾ ആ വീട്ടിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ആ ചേച്ചിയുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. വെള്ളത്തിനുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുന്ന നിലയിൽ അധികാരികൾ ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷാ സിപ്പി, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.